കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ജീവനോടുകൂടെ ആയിരിക്കാൻ കഴിഞ്ഞ 6 മാസക്കാലം നമ്മെ സംരക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് മറ്റൊരു സന്ദർഭം കൂടെ തന്നിരിക്കുകയാണ്. നാമേ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് അവനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം നന്ദിയുള്ളതായി നിറയും, സന്തോഷമുള്ളതായി മാറും, നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം ഉണ്ടാകും. ഇന്ന് ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാണ്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 24 മുതൽ താഴോട്ടുള്ള വേദഭാഗം ഞാൻ നമ്മുടെ സന്ദർഭം മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 24 മുതൽ. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്നുടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടുമറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകുന്നു. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്തിലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ സൂക്ഷിക്കുന്നതും ആകുന്നു. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ. നമുക്കൊക്കെ പ്രസംഗിക്കാൻ വളരെ ഇഷ്ടമാണ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അവര് ശരിയല്ല, ഞാൻ ശരിയല്ല, ഇന്നാല് ശരിയല്ല, ഞാൻ മാത്രം ശരിയാണെന്ന് പറയാൻ നമുക്കൊക്കെ കഴിയും. എന്നാൽ ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണ്. കാരണം 24-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് തന്റെ ഇന്ന രൂപമായിരുന്നു എന്നുടനെ മറന്നുപോകുന്നു. എങ്ങനെ? ഒരു വ്യക്തി ദൈവവചനം കേട്ടിട്ട് അത് മുഴുവൻ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയാതെ പോയാൽ മുഖം കണ്ടിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് പോയ മനുഷ്യനെ പോലെയാണ്. അതെന്താണെന്നാണ് അടുത്ത വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടുമറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്താണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം? ഇവിടാണ് പ്രോബ്ലം. നമുക്ക് ന്യായപ്രമാണമുണ്ട്. പഴയ നിയമത്തിൽ തൊടരുത്, നോക്കരുത്, രുചിക്കരുത്, അങ്ങോട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നും പറഞ്ഞ് ഒരുപാട് ലോകളുണ്ട്. എന്നാൽ എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം? 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്ന തിരുവഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിച്ചിരിക്കുന്നു എങ്കിൽ നന്ദി. എന്താ? അപ്പോൾ ഈ രാജകീയ ന്യായപ്രമാണം എന്ന് പറയുന്നത് പഴയ നിയമ ന്യായപ്രമാണമല്ല. പഴയ നിയമ ന്യായപ്രമാണം എന്ന് പറയുന്നത് കർത്താവ് മോശ മുഖാന്തരം അവർക്ക് കൊടുത്ത പ്രമാണങ്ങളെയാണ് പൊതുവേ ന്യായപ്രമാണം എന്ന് പറയുന്നത്. എന്നാൽ രാജകീയ ന്യായപ്രമാണം കർത്താവാണ് രാജാവ്. അവൻ പറഞ്ഞു, ഞാനാണ് നിയമത്തിന്റെ എല്ലാം കർത്താവ്, അതായത് ശാബത്തിന്റെ കർത്താവ്. കർത്താവ് വന്ന് പറഞ്ഞു, നിങ്ങൾ ശത്രുക്കളെ പോലും സ്നേഹിക്കണം, അവരെ അനുഗ്രഹിക്കണം. ഒരുത്തൻ നിങ്ങളെ കരണത്തടിച്ചാൽ നിങ്ങൾ അവന് പ്രതികാരം ചെയ്യരുത്, ദൈവത്തിനെ വിട്ടുകൊടുക്കണം. 1 മൈല് നടക്കാൻ നിങ്ങളെ വിളിച്ചാൽ 2 മൈല് 1 മൈൽ എക്സ്ട്രാ നടക്കണം. ആരെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ കൊടുക്കുന്ന ആ സ്ഥാനവും മാനവും മറ്റൊരുവന് കൊടുക്കാതെ അവനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ മനോഭാവം കൊണ്ടോ ഹനിച്ചാൽ അത് കുറ്റകരമാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. അപ്പോൾ നമ്മുടെ കർത്താവ് തന്ന
ഈ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ കർത്താവ് കാണിച്ചു തന്ന ജീവിതശൈലിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം. അത് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നോക്കിക്കേ, 25-ാം വാക്യം. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞനായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ. അപ്പോൾ വല്ലപ്പോഴും സ്നേഹിക്കുന്നതല്ല, ആ സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം. യേശുവിനോട് ഒരു ന്യായശാസ്ത്രി ചോദിച്ചു, എന്താണ് വേദപുസ്തകത്തിൽ ഏറ്റവും പ്രധാന കൽപ്പന? ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം. അതുപോലെ തന്നെ നിന്റെ അയൽവക്കക്കാരനെ നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കണം. ഇതാണ് ന്യായപ്രമാണം മുഴുവൻ എന്ന് പഠിപ്പിച്ചു. അത് വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്നേഹമാണ് യേശുവിന്റെ പ്രമാണം. അതാണ് രാജകീയ പ്രമാണം. യേശു പറഞ്ഞ ഉദാഹരണം, നമ്മുടെ പിതാവ് അങ്ങനെയുള്ളവനാണ്, സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണ്. അപ്പോൾ സൽഗുണപൂർണനായവന്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ കാര്യം ദൈവം സ്നേഹമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം വിശുദ്ധി ആണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രമാണം സ്നേഹമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഏറ്റവും വലിയ കാര്യം പറയുമ്പോൾ എന്താ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും അതിന്റെ പ്രവൃത്തിയും പറയുമ്പോൾ പറയാണ്, അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ. അന്യഭാഷ പറയുന്നത്, പ്രവചിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്, ബാക്കി പ്രവാചകന്റെയും അപ്പോസ്തലന്റെയും ശുശ്രൂഷയേക്കാളൊക്കെ വലുത് അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ കാണിച്ചു തരാം. അതെന്താണ്? സ്നേഹമാണ്. സ്നേഹം ആചരിപ്പീൻ എന്ന് 12-ാം അവസാനിപ്പിച്ചിട്ട് 12-ാം അധ്യായത്തിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 13-ാം അധ്യായത്തിൽ സ്നേഹം എന്താണെന്ന് വിവരിച്ചു. 14-ാം അധ്യായത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ ആചരിപ്പീൻ എന്ന് പൗലോസ് കൽപ്പിക്കുന്നു. അപ്പോൾ ഈ രാജകീയ ന്യായപ്രമാണം മറന്നിട്ടാണ് നാം പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിലേക്ക് പോകുന്നത്. എപ്പോഴും സങ്കീർത്തനത്തിൽ ഒരുപാട് പ്രതികാരത്തിന്റെ വാക്കുകളുണ്ട്. കാരണം പഴയ നിയമത്തിൽ വസിച്ചവര് ആ ചിന്താഗതിയിലാണ് അവരെ ദൈവവചനം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സങ്കീർത്തനം മിക്കവാറും പ്രാർത്ഥനകളും ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നതുമാണ്. അവർക്ക് അവരുടെ ശത്രു മനുഷ്യരായിരുന്നു. കൊച്ചൊരു രാജ്യം, രാജ്യത്തിന് ചുറ്റും ജനങ്ങളായിരുന്നു. ആ ജനങ്ങൾക്കുള്ള നാശത്തെക്കുറിച്ചാണ് സങ്കീർത്തനത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, ശമൂവേലിന്റെ പുസ്തകത്തിൽ, ദിനവൃത്താന്ത പുസ്തകത്തിൽ കാണുന്നത്. എന്നാൽ നമ്മൾക്കൊരു ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. പിശാചിനോട് യുദ്ധം ചെയ്യുന്നത് ജഡത്തിന്റെ പ്രവൃത്തിയാലല്ല, നമ്മുടെ യുദ്ധം ജഡരക്തങ്ങളോടുമല്ലെന്ന് വേദപുസ്തകം വ്യക്തമാക്കുന്നു. അപ്പോൾ നമുക്ക് പറ്റിയിരിക്കുന്ന അബദ്ധം, നാമേ ഈ രാജകീയ ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കയറിയിട്ടില്ല. പ്രാർത്ഥനയിൽ നാം മറ്റുള്ളവരെ കുറ്റം പറയും, പ്രസംഗത്തിൽ നാം മറ്റുള്ളവരെ തരം താഴ്ത്തും, നാം മാത്രം വലിയ എന്തോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് ചിന്തിക്കും. അങ്ങനെയാണ് നമ്മുടെയൊക്കെ സ്വഭാവം, അല്ലേ? ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ മാത്രം ഏതാണ്ട് പ്രത്യേകിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാനത് പ്രസംഗിക്കുന്നത് വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ടല്ല, ഞാൻ അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടല്ല. എനിക്ക് അങ്ങനെ ആകണമെന്ന് ആഗ്രഹവും വേണം, ഞാൻ അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കണം, ഞാൻ അങ്ങനെ ആകണമെന്ന് എല്ലാവരോടും പറയണം. അതല്ലാതെ ഞാൻ പൗലോസ് പറയുന്നത് പോലെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നില്ല. നമ്മൾ പലരും അങ്ങനെ വിചാരിക്കുന്നത്, ഞാനെല്ലാം തികഞ്ഞവനാണ്, നിങ്ങളാണ് ചെയ്യേണ്ടതെന്ന്. ഈ പറയുന്ന പ്രസംഗിക്കുന്ന എന്നെ ഉൾപ്പെടെ അവരുടെ ജീവിതത്തിൽ അവരുടെ ഭാര്യയോട് ചോദിച്ചു നോക്കണം, ഞാൻ കോപിക്കുമോ? ഭർത്താവിനോട് ചോദിച്ചു നോക്കണം, ഞാൻ തുള്ളിച്ചാടുമോ? അല്ലേ? കുഞ്ഞുങ്ങളോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം, മരുമകളോട് ചോദിക്കണം, നാം എങ്ങനെയുണ്ട് എന്ന്. വേറെ ആരോടും ചോദിക്കണ്ട. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് എന്തോ ഉണ്ട്. ഒരു കോവിഡ് വന്നപ്പോൾ നമ്മൾ എല്ലാവരും മാസ്ക് വെച്ച് ധരിച്ചവരാണ്. അപ്പോൾ ഈ മാസ്ക് പോകുമ്പോൾ ഉള്ളിലുള്ളത് ആരാണെന്ന് ശരിയായി കണ്ടുപിടിക്കണമെങ്കിൽ വളരെ സൂക്ഷിച്ചു നോക്കണം. സൂക്ഷിച്ചു നോക്കാത്തിടത്തോളം കാലം മാസ്ക് ധാരികളെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. നമ്മളെല്ലാവർക്കും
ഒരു മാസ്ക് ഉണ്ട്. ഈ മാസ്ക് പൊട്ടി എത്ര പേർക്ക് സ്വാതന്ത്ര്യത്തോടെ ഞാൻ വിശുദ്ധനാണെന്ന് മനസാക്ഷിയോട് പറവാൻ കഴിയില്ല. കാരണം ഈ രാജകീയ ന്യായപ്രമാണത്തിൽ നാം എല്ലാവരും പരാജയപ്പെട്ടു. അതിന് 3 കാര്യങ്ങളാണ് ഇവിടെ അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്, എങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്ന്. ആ കോണ്ടെക്സ്റ്റിൽ, ഈ അടുത്ത കോണ്ടെക്സ്റ്റിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1, താഴോട്ട് നോക്കിക്കേ, സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ പറയാണ്, അങ്ങനെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി. അപ്പോൾ സ്നേഹം നമ്മൾ വളരെ കാര്യമായി നോക്കണം. കർത്താവ് എന്താണ് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തത്? അവിടെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയപ്പോൾ അവന്റെ ഹൃദയം തുടിച്ചു. അവിടെ രോഗികൾ കിടക്കുന്നു. അങ്ങോട്ട് പോയി. എന്നിട്ട് ഒരു വ്യക്തിയെ കണ്ടു. 38 വർഷം അവൻ അവിടെ കിടന്ന് ആരുമില്ലാതെ ഇങ്ങനെ നിഴല് ഭാരപ്പെടുക. എനിക്ക് ആരുമില്ലല്ലോ, വെള്ളം അനങ്ങുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ ദൈവമേ എന്നവൻ പറഞ്ഞാണ് 100 പ്രാവശ്യം. അപ്പോൾ കർത്താവിനോട് അതാ പറയുന്നത്. അവന്റെ അടുക്കലേക്ക് കർത്താവ് പോവുകയാണ്. ലെഗ്യോൻ ബാധിച്ചവൻ, അവന്റെ ഭാര്യയും മക്കളും ഒക്കെ അവനെ പേടിച്ച് ഒരു വീട്ടിന്റെ മൂലയിൽ വസിക്കുകയായിരിക്കും. നാട്ടുകാർക്ക് ഭയമായിരിക്കും. അവൻ വസിക്കുന്നത് വെറും ശവപ്പറമ്പിലാണ്. അവനെ തേടിപ്പോകുന്ന ഒരു സ്നേഹം. നോക്കൂ, വലിയ പ്രമാണങ്ങളൊക്കെ പാലിക്കുന്ന യഹൂദന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും ഉള്ളപ്പോൾ യേശു ശമരിയയിൽ കൂടെ പോകുവാൻ ധൈര്യപ്പെടുകയാണ്. ശമരിയയിൽ കൂടെ ഒരുത്തിനും കാലെടുത്ത് വെക്കുകയില്ല. കാരണം അവർ ശപിക്കപ്പെട്ടവരാണെന്നാണ് ഇവര് വിശ്വസിക്കുന്നത്. അവര് മനുഷ്യരെ പോലും അല്ല, നായ്ക്ക് തുല്യരായിട്ടാണ് കരുതുന്നത്. അങ്ങനെ നമ്മളൊക്കെ പണ്ട് അധികൃതരെന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന വർഗമുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന പോലാണ് യഹൂദന്മാര് ഈ ശമരിയക്കാരെ കണ്ടത്. നാം ഇവിടെ വരുമ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ വെള്ളക്കാര് നമ്മളെ പുട്ട് ഡൗൺ ചെയ്യാറില്ലേ? നിങ്ങൾ ഇവിടെ വരത്തന്മാരാണ്, എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്ന ചില സന്ദർഭങ്ങളെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിക്കാണും. അപ്പൊ നമുക്ക് വലിയ വിഷമമാണ്. എന്താ വിഷമം എന്നറിയാമോ? അയ്യോ, വെള്ളക്കാര് നമ്മളോട് റേസിസം കാണിച്ചു എന്നാ സാധാരണ നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നാമെ പാവപ്പെട്ടവരെന്ന് പറയുന്ന ജനങ്ങളോട് കാണിച്ചിട്ടുള്ളതിന്റെ 100-1 ഈ അമേരിക്കക്കാർ ഇന്ന് വരെ നമ്മളോട് കാണിച്ചിട്ടുണ്ടോ? നമ്മള് സ്ഥാനജാതികളുടെ കൂടെ കഴിക്കാറില്ലായിരുന്നു, കുടിക്കാറില്ലായിരുന്നു. ഒരു കാലം, ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ട് കുറച്ചൊക്കെ, എന്നാലും മുഴുവൻ മാറിയോ? നമ്മുടെ ചർച്ചകളിൽ ഇപ്പോഴും അവർക്ക് 2ാം സ്ഥാനമായി ഉള്ളൂ. ഇപ്പോഴും നമ്മൾ അച്ചായെന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, മറ്റുള്ളവരെ അവരെ നമ്മൾ വിളിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് 3ാമത്തെ പോയിന്റ്. നോക്കൂ, ഇവിടെ കർത്താവ് പറയാണ്, രാജകീയ ന്യായപ്രമാണം ഉറ്റുനോക്കണം, ശ്രദ്ധയോട് നോക്കണം, അല്ലെങ്കിൽ നാം അതും ഇതുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും. ഈ രാജകീയ ന്യായപ്രമാണം സ്നേഹത്തിന്റെ ആദർശം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ സ്നേഹിക്കണം. അതൊരു പുതിയ കൽപ്പനയാണ്. അത് പഴയതല്ല. പഴയ ജീവിതത്തിൽ അങ്ങനെയല്ല. യേശു അവസാനമായി കാല് കഴുകി കർത്തൃമേശ കൊടുത്തു. എന്നിട്ട് എഴുന്നേറ്റ് പോകുന്നതിന് മുൻപേ അവരോട് പറയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. അവസാനത്തോളം അവൻ അവരെ സ്നേഹിച്ചു. ശത്രുവായി സൂത്രത്തിൽ ഒറ്റിക്കൊടുക്കാൻ വരുന്ന യൂദയെ സ്നേഹിത എന്ന് വിളിക്കുന്നു. അവന് കണ്ണമുക്കി കൊടുക്കുന്നു. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുമെന്ന് പറഞ്ഞ് അവന്റെ കാര്യത്തിൽ അവനെ പ്രൊമോട്ട് ചെയ്യുന്നു. നോക്കൂ, നമ്മുടെ സ്വഭാവവുമായി ഒരു ബന്ധവുമില്ല കർത്താവിന്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃകകൾ. നമ്മൾ വലിയ വാചകം അടിക്കും, നമ്മൾ വലിയ ഒരാളാണെന്ന് നടിക്കും. പക്ഷെ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ നമുക്ക് എത്ര സ്റ്റെപ്പ് മുന്നോട്ട് നടക്കേണ്ടിയിരിക്കുന്നു. രാജകീയ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കണം, കാര്യമായി നോക്കണം, പിന്നെയും നോക്കണം. എന്റെ ജീവിതത്തിൽ ഇവിടെയാണ് കുഴപ്പം. എന്നിട്ട് അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ നിലനിൽക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ ആരെങ്കിലും ആ ലിസ്റ്റിലുണ്ടോ? നിങ്ങൾ മൂട്ടി ചെയ്തായിരിക്കും. ഞാൻ സാധാരണ അങ്ങനെ നിങ്ങളോട് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാൻ പ്രതീക്ഷിക്കാറില്ല.
നമുക്കത് പറയാൻ പറ്റുമോ? ഞാൻ ഈ രാജകീയനായ പ്രമാണമായ കർത്താവ് കാണിച്ച സ്നേഹം, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ സ്നേഹം, കുറഞ്ഞ പക്ഷം എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? അതുപോലെ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ? പോട്ടെ, ശത്രു പോട്ടെ, അയൽവക്കക്കാരൻ പോട്ടെ, എന്റെ മക്കളിൽ എല്ലാവരെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു ചോദ്യം ഉറ്റുനോക്കണം, നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം, കർത്താവിലേക്ക് നോക്കണം, എന്നിട്ട് പിന്നെ നമ്മളിലേക്ക് നോക്കണം. അതിൽ നിലനിൽക്കുന്നവൻ, എന്നും സ്നേഹിക്കുന്നവൻ. കർത്താവ് നല്ല കാലത്ത് മാത്രമല്ല സ്നേഹിച്ചത്, കർത്താവ് നല്ലവരെ മാത്രമല്ല സ്നേഹിച്ചത്, ഡിവോഴ്സ് ചെയ്തവരെ, വ്യഭിചാരം ചെയ്തവരെ, പ്രോസ്റ്റിറ്റ്യൂട്ടായി ജീവിച്ചവരെ, പിശാചി ബാധിച്ച് നടന്നവരെ, കൊള്ളയെ പോലെ ചുങ്കം പിരിച്ച സക്കായിയെ, അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ഉറ്റുനോക്കണം, ശ്രദ്ധിച്ചു നോക്കണം. ഇന്ന് രാവിലെ നിങ്ങൾ വേറെ ഒന്നും കണ്ടില്ലെങ്കിലും നമ്മളിലേക്ക് നോക്കാൻ പഠിക്കുക, വല്ലവരെയും നോക്കാതെ. വല്ലവരിലേക്ക് നോക്കുന്ന പ്രസംഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതലും. ഉപദേശിമാർ വന്ന് അവരെ പോലെ പെർഫെക്റ്റ് ആയ ആരുമില്ല എന്ന്, നമ്മളെല്ലാം കുറ്റക്കാരാണെന്നും പറയുന്നതല്ല വേദപുസ്തകം. വേദപുസ്തകം പറയുന്നത് അവനവനെ തന്നെ നോക്കാനാണ്. എന്നിട്ട് യേശുവിനെയും നോക്കുക, വേറെ ആരെയും നോക്കണ്ട. ചുറ്റുപാടുകൾ നമുക്ക് പ്രശ്നമല്ല, കാരണം യേശു ജീവിച്ച ചുറ്റുപാടൊക്കെ നമുക്കറിയാം. അതിന്റെ നടുവിൽ യേശു എങ്ങനെ ജീവിച്ചുവോ അതാണ് നമ്മുടെ മോഡൽ. നമ്മൾ വേറെ ആരെയും നോക്കണ്ട, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ എങ്കിലും അതുപോലെ നിലനിൽക്കുന്ന, ക്ഷമിക്കുന്ന, സഹിക്കുന്ന, കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന രാജകീയ ന്യായപ്രമാണം എന്നിലുണ്ടോ എന്ന് ആദ്യം നോക്കാം. അതിൽ നിലനിൽക്കുന്നവൻ, ഉറ്റുനോക്കി കണ്ടുപിടിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നിട്ട് 3 കാര്യമാണ് പറയുന്നത് ഉദാഹരണമായിട്ട്. ഒന്ന്, നിങ്ങളിലൊരുവൻ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാകുന്നു. ആയേക്കാമെന്നല്ല, ആകുന്നു. അല്ലേ? അത്രേ. എന്താ എന്ന് പറഞ്ഞാൽ ആരും സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാ മതി. എന്താ ഇവിടുത്തെ വിഷയം? ഭക്തി. നമ്മളെല്ലാവരും ഭക്തരാണ്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ നമ്മളെ നാവിനെ കൺട്രോൾ ചെയ്യാത്തത് നമ്മുടെ ജീവിതത്തിൽ വലിയ പാപമാണ്. നമ്മൾ ഭക്തരല്ല എന്ന് നമുക്ക് ചിന്തയുണ്ടോ? നമ്മള് കർത്താവ് പറഞ്ഞ പോലെ യാക്കോബ് പറയുന്നുണ്ട്, ഒരേ നാവിനാൽ അനുഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യും, എന്നാൽ ഒരു ഉറവ മധുരവും കയ്പും തരികയില്ലെന്ന് താൻ വിവരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രണ്ടിനെയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകും. നമുക്കതൊന്നും ഒരു കുഴപ്പമില്ല. കർത്താവ് പറഞ്ഞു 2 യജമാനന്മാരെ നിങ്ങൾക്ക് സേവിപ്പാൻ കഴിയത്തില്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് പണത്തെയും ദൈവത്തെയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഏലിയാവ് പറഞ്ഞു 2 തോണിയിൽ കാലി ചവിട്ടുവാൻ പറ്റുകയില്ല. നമ്മളൊക്കെ എല്ലാം രണ്ടും കൂടെ നമ്മൾ പോകും. പുതിയ നിയമത്തിൽ അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ഒന്നുകിൽ നീ ഉഷ്ണവാനായിരിക്കണം, അല്ലെങ്കിൽ നീ ശീതവാനായിരിക്കണം. രണ്ടും കൂടെ കൂട്ടിക്കലർത്തിയാൽ നീ വാർത്തവെള്ളം പോലെ. അങ്ങനെ ശീതോഷ്ണവാൻ എന്ന് പറഞ്ഞാൽ വാർത്തവെള്ളം കേട്ടോ. ലൂക്ക് വാർന്ന എന്ന് പറഞ്ഞാൽ എന്താ? വാർത്തവെള്ളം നിങ്ങൾ ആരെങ്കിലും കുടിക്കുമോ? അപ്പോഴേ തുപ്പിക്കളയും. അതാ യേശുവും ചെയ്തത്. ഞാൻ നിന്നെ ഉമ്മിണ്ട് കളയുമെന്ന് പറഞ്ഞാൽ തുപ്പിക്കളയുമെന്നേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. മലയാളത്തിൽ അങ്ങനെ ഉമ്മിണ്ട് കളയുമെന്ന് നമ്മൾ സാധാരണ പറയാറില്ല. തുപ്പിക്കളയുമെന്നാ അതിന്റെ തനി ട്രാൻസ്ലേഷൻ. നമ്മളെല്ലാം ചെയ്യും. വാർത്തവെള്ളം വായിച്ചിലോട്ട് എന്നാൽ ഉടനെ അതിന്റെ രുചി വ്യത്യാസം വരുന്നതുകൊണ്ട് നമ്മൾ തുപ്പിക്കളയും. നമ്മൾ 2 പരിപാടി നോക്കിയാൽ കർത്താവ് തുപ്പിക്കളയുമെന്നാ പറഞ്ഞേക്കുന്നത്, വേറെ ഒന്നുമില്ല. നമ്മൾ പറയുന്നത് നമ്മൾ ഭയങ്കര ഭക്തരാണെന്ന് അല്ലേ? പ്രാർത്ഥന അങ്ങോട്ട് വെച്ചാൽ നീണ്ട 1 മണിക്കൂർ പ്രാർത്ഥിക്കും അല്ലേ? പക്ഷെ ചിന്ത എന്താ? ഞാൻ ഭക്തരാ. പക്ഷെ യാക്കോബ് പറയാണ് നിന്റെ ഭക്തി വ്യർത്ഥമത്രേ. എന്താ? ഒന്നാമത് നീ കടിഞ്ഞാണിടേണ്ടത് നിന്റെ നാവിനെയാണ്. നാവിനെ സൂക്ഷിക്കണം. അതെന്ത് പറയണം? നമ്മുടെ വായിലിരിപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയണം. ആരോട് ചോദിക്കണം? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരോട് ചോദിക്കണം.
എൻ്റെ അമ്മായിയമ്മ എങ്ങനെ സംസാരിക്കും, എൻ്റെ അമ്മച്ചി എങ്ങനെ സംസാരിക്കും, എൻ്റെ അപ്പച്ചൻ എങ്ങനെ സംസാരിക്കും, അവരെ ആരാണ് ദേഷ്യം വരുമ്പോൾ, എന്താണ് അവർക്ക് നഷ്ടം വരുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ അവരാരാണെന്നുള്ളത് അവരോട് ചോദിച്ചാൽ മതി, വേറെ ആരോടും ചോദിക്കണ്ട. അപ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ നമ്മുടെ അന്യഭാഷയും നമ്മുടെ പ്രവചനവും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ വ്യർത്ഥം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഭക്തി, നിന്റെ റിലീജിയൻ, നിന്റെ ഈ ആത്മീയം വെറും വ്യർത്ഥം. അപ്പോൾ നമ്മൾ ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ നാവിനെയാണ്. ഇത്രയും നാളും കഴിഞ്ഞില്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനെങ്കിലും ഒന്ന് ശ്രമിക്കണം. ചോദിക്കുന്നതിന് അന്നേരം കയറി ചാടിക്കളിച്ച് ഉത്തരം പറയണ്ട. അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ അതെല്ലാം കർത്താവിനും മഹത്വവും മറ്റുള്ളവർക്ക് ആശ്വാസവുമായിരിക്കണം. ബിൽഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നശിപ്പിക്കുന്നത് നമ്മുടെ ജോലിയല്ല, അത് പിശാചിന്റെ ജോലിയാണ്. മുടിപ്പാനും അറുക്കാനും അകർക്കാനും വരുന്നത് പിശാചാണെന്ന് യേശു പറഞ്ഞു. ഞാൻ വന്നത് ജീവൻ മാത്രമല്ല, സമൃദ്ധിയായ ജീവൻ തരുവാൻ. അപ്പോൾ അതാണ് നമ്മുടെ ജീവിതം. ഒരു മനുഷ്യനെ ശക്തീകരിക്കുന്നത്. അവന് പാപം ഉണ്ടായിരിക്കാം, നമ്മളെ ഹേപ്പിച്ചിട്ടില്ല, നമുക്കവനോട് സ്നേഹത്തിൽ പറഞ്ഞാൽ അവനെ നമ്മളെ കർത്താവ് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത്. നമുക്ക് സമയം കുറവുണ്ട്, ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോവാം. രണ്ടാമത്തേത്, പിതാവായ നിങ്ങൾക്ക് സംസാരം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഭക്തിയില്ല. പിന്നെ ഭക്തി എന്താണ്? നിങ്ങൾ പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ? എന്താ? നിങ്ങൾ ഇവിടെ അനാഥനും വിധവകരുമാണ് അന്നത്തെ കാലത്തെ അധികൃതരായി ആരും സഹായിക്കാത്ത ജനങ്ങൾ. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതിനേക്കാൾ കൂടുതൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെ കാണണം സ്നേഹത്തിൽ? മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്ത് യേശു പറഞ്ഞ അവസാനത്തെ ഉപമകളുടെ കൂട്ടത്തിൽ മനുഷ്യരും അവസാനം പറയുന്നതൊക്കെ ഓർത്തിരിക്കുമല്ലോ. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞ 40 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. യേശു പറയാണ്, അനാഥരും വിധവമാരും മാത്രമല്ല, പിന്നെ ഞാന് വിശക്കുന്നവനെ കണ്ടാൽ, ദാഹിക്കുന്നവനെ കണ്ടാൽ, വീട്ടിൽ കയറി താമസിക്കാൻ ഒരാൾക്ക് ഒരു ഭവനമില്ലാതെ വഴി നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ആരും പരിഗണിക്കാതിരുന്നാൽ അവനെ അതിഥിയാക്കാൻ, പിന്നെ തുണിയില്ലാതിരിക്കുന്നവരെ കണ്ടാൽ, രോഗികളെ കണ്ടാൽ, ജയിലിലുള്ളവരെ കണ്ടാൽ എന്തോ ചെയ്യണം? കർത്താവിനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കണമെന്ന്. അവരെ അവരുടെ രീതിയിൽ സ്വീകരിക്കാനല്ല, കർത്താവിനെ, നിങ്ങൾ എന്നെ സ്വീകരിച്ചു എന്നാ, എനിക്ക് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവിനെ ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന്. അനാഥരും വിധവമാരും മാത്രമാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് കുറച്ചുകൂടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അവരെ പോയി കാണണം, അവരോട് മര്യാദയ്ക്ക് ഇടപെടണം, അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. വേണ്ട അവനവന്റെ പ്രാപ്തി എന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്. പ്രാപ്തി ഇല്ലാത്തതൊന്നും ചെയ്യണ്ട. പക്ഷെ പ്രാപ്തിക്കൊത്തവണ്ണം ചെയ്യുന്നത് കർത്താവ് നോക്കും. എന്താ മറിയോട് പറയുന്നത്? അവളാൽ ആവതി ചെയ്തു. അപ്പൊ നമുക്കില്ലാത്തത് ചെയ്യണ്ട. 2 കാശിറ്റ പദവിയോടെ അയ്യോ നീ എന്താ കൂടുതൽ കൊണ്ട് രാജയെ ചോദിച്ചില്ല, അതിൽ സന്തോഷിക്കുന്ന കർത്താവ്. അപ്പൊ നമ്മൾ കൊടുക്കുന്നതും ധ്യാനം ചെയ്യുന്നതും നമ്മുടെ ഭക്തിയിൽ വേണ്ടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നാം എന്ത് ചെയ്യണം? നമ്മൾക്ക് കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ എന്തോ ചെയ്യണം? പോയി കാണണം. അങ്ങനെ ആയിരിക്കുന്നത്. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. ദൈവമക്കളോടാ പറയുന്നത്, അല്ല ദൈവമക്കളാകാൻ വേണ്ടിയുള്ളതല്ല പറയുന്നത്. മനസ്സിലായോ? ഇവിടെ പറയുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രത്തിലുള്ള സഹോദരന്മാരോടാണ് പറയുന്നത്, അല്ലാതെ രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല പറയുന്നത്. നിങ്ങൾ പോയി അനാഥർക്കും വിധവമാർക്കും വല്ലതും കൊടുക്കാൻ. മക്കളായതുകൊണ്ട് മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്ന ഉപദേശമാണ്. സഹോദരങ്ങളോട് എങ്ങനെ ഇടപെടണമെന്ന്. അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അതാണ് നമ്മൾ ഗണ്യമാക്കാത്ത പ്രോബ്ലം. എന്താ പറഞ്ഞിരിക്കുന്നത്?
അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണണം. അവരുടെ വിഷമം എന്താണെന്ന് അറിയണം. അല്ലാതെ വെറുതെ ഒരു കർത്തവ്യം ചെയ്യല്ല. അവരുടെ വിഷമത്തിൽ അവരോട് സമയം ചെലവഴിക്കണം, നമ്മുടെ പണം ചെലവഴിക്കണം. കാരണം യേശു കാണിച്ച ഉദാഹരണം, സ്നേഹത്തിന്റെ മകുടോദാഹരണം. നല്ല സ്നേഹിതൻ ആരാണെന്ന് പറഞ്ഞെടുത്ത് എന്താ ചെയ്തത്? യേശു ഒരു ശമരിയക്കാരൻ ചെയ്തതാ പറഞ്ഞത്, അല്ല വിശുദ്ധൻ ചെയ്തതല്ല പറഞ്ഞത്. ലിസ്റ്റിൽ പെടാത്തവൻ ചെയ്ത സ്നേഹപ്രവൃത്തി എടുത്തു പറയുമ്പോൾ ലിസ്റ്റിൽപ്പെട്ട നമ്മൾ എത്ര ചെയ്യണം? ഞാൻ പറഞ്ഞു മനസ്സിലായോ? യേശു ആ തലമുറയിൽ ജീവിക്കുമ്പോൾ ശമരിയക്കാരൻ ഒരു ഗുണവുമില്ലാത്തവനെന്ന് യഹൂദൻ പറയുന്നു. അപ്പോൾ ഗുണമില്ലാത്തവൻ ചെയ്തതാണ് യേശു കാണിച്ചത്. അത് വലിയതാണെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഗുണമുള്ള രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരായ നാം, നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? അർദ്ധപ്രാണനെ കണ്ടാൽ, മരിച്ചുകൊണ്ടിരിക്കുന്നവനെ കണ്ടാൽ അവനോട് മനസ്സലിയണം. ഒന്നാമത് അത് കർത്താവിന്റെ സ്വഭാവമാണ്, മനസ്സലിവ്, ദയ. മനുഷ്യ നീ എന്തോ ചെയ്യണം? ദയാതൽപരനായി എന്തോ ചെയ്യണം? നല്ല മനുഷ്യനായി നടക്കാം. മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതല്ലേ, മനുഷ്യ നീ എന്തോ ചെയ്യണം? നീ നല്ലത് ചെയ്യണം. എന്താ നല്ലത്? മനുഷ്യനായി നീ ജീവിക്കണം, അല്ലേ? നീ മനുഷ്യനായിരിക്കണം. അതാണ് ഒന്നാമത്തേത്. ഈ ലോകത്തിൽ എന്റെ കണക്കും പ്രകാരം 4 കൂട്ടം മനുഷ്യരുണ്ട്. ഒന്ന് സാധാരണക്കാരായ മനുഷ്യർ, അവരെ നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, മനുഷ്യനായിട്ടാണ് നിൽക്കുന്നത്. രണ്ടാമത്തേത് അവരിൽ നല്ല മനുഷ്യരുണ്ട്, നല്ല മനുഷ്യരുണ്ട്. അത് എല്ലാ ജാതിയിലും മതത്തിലുമുണ്ട്, എല്ലാ സമൂഹങ്ങളിലുമുണ്ട്. പിന്നെ ആത്മീയര്, അതിൽ 2 കൂട്ടരുണ്ട്. അതിലൊരു കൂട്ടര് നമ്മളോടൊക്കെ ഒക്കുന്നവരാണ് ജഡികന്മാര്. നമ്മളെ പോലുള്ളവരാരാണ്? ജഡികന്മാര്. എന്തുകൊണ്ടാ പറയുന്നത്? ഞാനല്ല പറയുന്നത്, പൗലോസാ പറയുന്നത്. 4-ാമത്തേത് ആത്മീയര്. നമ്മുടെ വാക്യം വായിച്ചിട്ട് അങ്ങോട്ട് പോകാം. എന്താ വാക്യം? ഇവിടെ കർത്താവ് പറയാ, മനുഷ്യ നല്ലതെന്തെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ താഴ്മയോട് നടക്കുവാനും അല്ലാതെ യഹോവ നിന്നോട് എന്താ ചോദിക്കുന്നതെന്ന്. അപ്പൊ നീ എന്തോ ചെയ്യണം? നല്ലത് കാണണം, നല്ല മനുഷ്യനായിരിക്കണം, ദയാതൽപരനായിരിക്കണം, ന്യായം ചെയ്യണം, താഴ്മയുള്ളവനായിരിക്കണം. വേറെ പുസ്തകത്തിൽ ഉടനീളം നന്മ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമുക്കറിയാം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ഒരുപാട് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും പറഞ്ഞു തീർക്കാൻ 1 മണിക്കൂർ കൊണ്ട് പറ്റത്തില്ല. ഒരുപാട് സ്ഥലത്ത് നന്മ ചെയ്യണം, പ്രത്യേകാൽ ദൈവജനത്തിന് നന്മ ചെയ്യണമെന്ന് ഗലാത്യ ലേഖനത്തിൽ ഒരുപാട് സഭകൾക്ക് ഒന്നിച്ചെഴുതുന്ന ഗലാത്യ എന്ന് പറഞ്ഞാൽ ഏഷ്യ മൈനറിലുള്ള പല സഭകൾക്ക് എഴുതി അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാ 9-ാം വാക്യം, നന്മ ചെയ്യുകയിൽ മടുത്തുപോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. പിന്നെ ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. അപ്പോൾ ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത്? വിധവമാർക്കും അനാഥർക്കും മാത്രമല്ല, സഹവിശ്വാസികൾക്കും എല്ലാവർക്കും നമ്മുടെ കഴിവനുസരിച്ച് നാം നന്മ ചെയ്യണം. ഒരുപാട് വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, അത് നിങ്ങൾ പിന്നാലെ പഠിച്ചാൽ മതി. അപ്പോൾ ദൈവം നമ്മളോട് നല്ല മനുഷ്യനായി നടക്കുക. മനുഷ്യരാ നമ്മളെ, എല്ലാവരും മനുഷ്യരെ, നിങ്ങളുടെ ചുറ്റുപാട് ഒരുപാട് മനുഷ്യരുണ്ടല്ലോ, പക്ഷെ നല്ല മനുഷ്യരെ നമുക്കറിയാം. നമുക്ക് ആ നല്ല മനുഷ്യരെ നമുക്ക് വലിയ ഇഷ്ടമാണ്, അല്ലേ? നമ്മളിലും നല്ല മനുഷ്യരുണ്ട്. എന്നാൽ ഏത് സമുദായത്തിലും നല്ല മനുഷ്യരുണ്ട്, ഹിന്ദുക്കളിൽ നല്ല മനുഷ്യരുണ്ട്. ഞാനൊക്കെ ചെറിയ പയ്യനായി നടക്കുമ്പോൾ അന്ന് എല്ലാ സമയത്തും ബസ്സൊന്നുമില്ല ചന്തയിൽ പോകാൻ. ചന്തയിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഭയങ്കര ചൂടാ. നടന്നു വരുമ്പോൾ നല്ല ബ്രാഹ്മണന്മാര് അവരെ വഴിയില് നല്ല മോര്, നല്ല കനത്തിൽ പിന്നെ തൈരിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വഴിയാത്രക്കാർക്കൊക്കെ ഓരോ ഗ്ലാസ് വെള്ളം കൊടുക്കും. അന്നിങ്ങനെ കുപ്പിവെള്ളമൊന്നുമില്ലല്ലോ. ആ വെള്ളം കുടിക്കുന്നതും അവിടെ ആ തണലിൽ ഇരിക്കുന്നതും എന്തോ ഒരു ആശ്വാസമായിരുന്നെന്നറിയാമോ?
ഒരു മോരും വെള്ളം കൊടുക്കും. ആ മോരും വെള്ളം അവരുടെ ജീവിതത്തിൽ അവർക്ക് പുണ്യപ്രവൃത്തിക്ക് വേണ്ടി ചെയ്യുന്നതാ. നന്മ ചെയ്യുന്ന നല്ല മനുഷ്യർ. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ നല്ല മനുഷ്യരുമുണ്ട്, മനുഷ്യരുമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് ആത്മീയരുണ്ട്, ജഡീകരുണ്ട്. ജഡീകരെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും വേറെ ആരാണ് പാപികളാണെന്ന്. നോ, രക്ഷിക്കപ്പെട്ട ആൾക്കാർ. അവരുടെ വായിലിരിക്കുന്ന എന്തൊക്കെയാ? കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ്, നിങ്ങൾ എങ്ങനെ സാധാരണക്കാരാകുന്നു? മനുഷ്യരെ പോയാലും താന്നു പോകുന്നതിന്റെ കാരണം പറയുന്നുണ്ട്. നിങ്ങൾ ജഡീകരാണെന്ന് എങ്ങനെയാ തെളിയിക്കുന്നത്? ശിശുക്കളാണെന്ന് എങ്ങനെയാ തെളിയിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലിരിപ്പ് അല്ലേ? അവിടെ 2 കാര്യങ്ങളാ പറയുന്നത്. നിങ്ങള് ജഡീകരാണോ ആത്മീയരാണോ എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും പിന്നെന്താ വാക്കുകളും ഒക്കെ നിങ്ങളെ തെളിയിക്കും ആരാണെന്ന്. നിങ്ങളുടെ ആഹാരം തെളിയിക്കും. ആഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ പാലും ഘനമുള്ളതും എന്നാ പറഞ്ഞിരിക്കുന്നത്. 4 കാര്യങ്ങൾ. ഈർഷ്യയുണ്ടോ? പകയുണ്ടോ? പച്ചം പിടിക്കുമോ? പിന്നെ പച്ചം പിടിക്കുന്നത്, അത് അടുത്തത് വരുന്നുണ്ട്. പച്ചം പിടിക്കുന്നത്, ഈർഷ്യ, പക. നിങ്ങൾ എന്താണ് കഴിക്കുന്നത്? പാലാണോ ഘനമുള്ളതാണോ? അപ്പോൾ കഴിക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വാക്കുകൾ. അകത്തേക്ക് എടുക്കുന്നത്, പുറത്തേക്ക് വിടുന്നത്, നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നത്. 3 കാര്യങ്ങൾ. ഒന്നുകൂടെ പറയാം. വായിൽ കൂടെ വരുന്നത്, ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത്, 2 നമ്മൾ കഴിക്കുന്നത്, കുടിക്കുന്നത്. അപ്പൊ നമ്മൾ വളർച്ചയ്ക്ക് വേണ്ടിയാണ് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. അതിനെന്തൊക്കെ ഉപയോഗിക്കുന്നു? ആത്മീയമായ വളർച്ചയായി ഇവിടെ എന്റെ വിഷയം. ആത്മീയമായ വളർച്ചയ്ക്ക് നാം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, നമ്മുടെ മനോഭാവം ഈർഷ്യയും പകയും ഉള്ളതാണോ? രാജകീയ ന്യായപ്രമാണത്താൽ നടക്കുന്നവരാണോ? നമ്മൾ ജഡീകരാണോ അല്ലയോ എന്നറിയുന്നത്. അല്ലാതെ അന്യഭാഷ പറയുന്നതല്ല, പ്രചരിക്കുന്നതല്ല. അതൊക്കെ കർത്താവ് തന്ന കരുണ. ഇപ്പോൾ ഞാൻ മിഷൻ വർക്കിന് പോയെന്നിരിക്കട്ടെ, അതിലൊക്കത്തുള്ള ഓരോ വിശ്വാസികൾ ആരെങ്കിലും $100 തന്നാൽ ഞാൻ കൊണ്ടൊരു പാവപ്പെട്ടവനാ $100 കൊടുത്തിട്ട് ഞാൻ കൊടുക്കുന്ന പോലെ ചമഞ്ഞാൽ ഞാൻ പറയണം, ഞങ്ങളുടെ അതിലൊരു സഹോദരിയുണ്ട്, അവർ പോരാൻ നേരത്തെ എന്നോട് പറഞ്ഞു ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു പറഞ്ഞ് $100 തന്നു. അവരുടെ പേരിന്നതാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കള്ളനാണ് കേട്ടോ, ഞാൻ ജഡീകനാണ്. കാരണം ഞാൻ എന്നെയാണ് ഉയർത്തുന്നത്, അല്ലാതെ ഇത് തന്ന വ്യക്തിയല്ല. ഇപ്പൊ നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചുരുക്കമായി പറയുന്നതേ ഉള്ളൂ. നമ്മൾ ജഡീകരാണോ? നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനാ പറഞ്ഞു. സ്നേഹമേ ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഈ 4 കൂട്ടത്തിൽപ്പെടുന്ന മനുഷ്യരാണ് നമ്മൾ. ജനിച്ചത് മനുഷ്യരായിട്ടാ. മറ്റുള്ളവർ നമ്മളെ നല്ല മനുഷ്യരെന്ന് പറയുമ്പോൾ, ആത്മീയരായി വരുമ്പോൾ നാം ജഡീകരാണോ ആത്മീയരാണോ? ആത്മീയരുടെ ഇടപാടിനെ കുറിച്ച് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ആത്മീയരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ കാര്യങ്ങൾ വീഴ്ച പറ്റിയവനോട് പോലും പറയണമെന്ന്. ആത്മീയന്റെ സ്വഭാവം എന്താ? സൗമ്യതയുടെ ആത്മാവിൽ. നല്ല മനുഷ്യരാകാൻ ദൈവം മീഖായോട് പറയുന്നത് താഴ്മയിൽ നടക്കാൻ. നീ ഒന്നും ആയിട്ടില്ല, നിനക്കും ഈ വീഴ്ച വരാം. നീയെ ഒന്നിൽ തെറ്റിയില്ലെങ്കിൽ വേറൊന്നിൽ തെറ്റിക്കും. അവര് ചെയ്ത പാപം അല്ലാതിരിക്കാം നിന്റെ പാപം. അപ്പോൾ നമുക്ക് ആർക്കും എന്ത് ചെയ്യാനില്ല? പുകഴുവാനില്ല, നകളിക്കാനില്ല, ആരെയും പുട്ട് ഡൗൺ ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. എന്താ യാക്കോബ് പറയുന്നത്? നിങ്ങൾ വാക്കിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭക്തരല്ല. ഭക്തരാകണമെങ്കിൽ കർത്താവ് ചെയ്തതുപോലെ നിങ്ങൾ എന്തോ ചെയ്യണം? നിങ്ങൾ ദൈവമക്കളായ യേശു പറഞ്ഞു, നിങ്ങൾ ഉപ്പും വെളിച്ചവുമാണ്. നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ട് പിതാവ് മഹത്വപ്പെടുമെന്ന. നിങ്ങളുടെ നല്ല വാക്ക് കേട്ടിട്ടല്ല, നല്ല പ്രവൃത്തി. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ നിങ്ങൾ ഉപ്പാണ്, നിങ്ങൾ വെളിച്ചമാണ്, നിങ്ങളുടെ നല്ല പ്രവൃത്തി. ഇങ്ങനെ ഉപ്പും വെളിച്ചവും കാണിക്കുന്നത് നല്ല പ്രവൃത്തി കൊണ്ടാണ്. അപ്പോൾ ഇവിടെ യാക്കോബ് അത് തന്നെയാ പറയുന്നത്. നിങ്ങളുടെ നല്ല പ്രവൃത്തി അർഹിക്കാത്തവർക്ക്
അയൽവക്കക്കാർ കാര്യമല്ല ഇവിടെ പറയുന്നത്. അർഹിക്കാത്തവർക്ക്, ഒരിക്കലും തിരിച്ചു തരാൻ പറ്റാത്തവർക്ക്, എല്ലാവരാലും തഴയപ്പെട്ടവർക്ക്, ആരും പരിഗണിക്കാത്തവർക്ക് കർത്താവ് ചെയ്തതുപോലെ ചുറ്റി സഞ്ചരിച്ച് ഒരിടത്ത് പാർത്തോളാൻ പത്രോസ് പറഞ്ഞു നോ, എനിക്ക് ഞാൻ വന്നതിനൊരു ഉദ്ദേശമുണ്ട്, ഞാൻ മറ്റു പട്ടണങ്ങളിലും പോയി ചെയ്യേണ്ടതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ചുറ്റി നടന്ന കർത്താവ് നമ്മുടെയും ജീവിതത്തിൽ നമ്മളെ വിളിച്ച് മാനിക്കുന്നവരെ മാനിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ? അവരെ ചെന്ന് അവരുടെ സങ്കടത്തിൽ ചെന്ന് കണ്ടിട്ട് ലോകത്തിന്റെ കളങ്കം പറ്റാതെ. എന്താണ് ഈ ലോകത്തിന്റെ കളങ്കം? ഇത് നമുക്ക് കർത്താവ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ലോകത്തിന്റെ കളങ്കത്തിൽപ്പെട്ടത് നമ്മളെ തന്നെ പൊക്കുന്നതാ. ഒന്ന്, എന്തേലും ദാനം ചെയ്തിട്ട് ഞാൻ നല്ലവനാണെന്നും അതിന്റെ ഫോട്ടോ എടുത്ത് പേപ്പറിൽ ഇടാനും താക്കോല് കൊടുക്കുന്നത് എന്തോ ഒരു ലജ്ജാകരമാണ്. ഒരു തയ്യൽ മെഷീൻ കൊടുക്കും, ഒരു സൈക്കിൾ കൊടുക്കും, 100 തൂമ്പ അയച്ചു കൊടുക്കും. എന്നിട്ട് ഈ പാവങ്ങളെ വരി നിർത്തി ഫോട്ടോ എടുത്ത് നമ്മൾ വലിയ ആളാകും അല്ലേ? ഇതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പിടിക്കത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ പിടിക്കാത്തവർ കാണുമായിരിക്കാം. പക്ഷെ എനിക്കിതൊന്നും പിടിക്കാറില്ല. കാരണം എന്താ? യേശു ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ ലാസറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാമോ 4 ദിവസം അഴുകിയതായിരുന്നു, ഞാൻ നിന്റെ പിതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ആന ചെയ്തു എന്ന് അപ്പോസ്തലന്മാരും ആരും പറഞ്ഞില്ല. 3 പേര് പറഞ്ഞില്ല, യോഹന്നാൻ മാത്രമേ അത് പറഞ്ഞുള്ളൂ. അവർക്ക് ഈ അത്ഭുതം അടയാളമല്ലായിരുന്നു, കർത്താവായിരുന്നു വലുത്. ഖാനാവിലെ കല്യാണത്തിന് വീഞ്ഞ ഉണ്ടാക്കിയത് മത്തായി പറഞ്ഞില്ല, മർക്കോസ് പറഞ്ഞില്ല, ലൂക്കോസ് പറഞ്ഞില്ല. മത്തായി കൂടെ നടന്ന ശിഷ്യൻ. മർക്കോസ് എന്ന് പറയുന്നത് പത്രോസിന്റെ കൂട്ടുവേലക്കാരൻ, കൂടെ നടന്നവൻ. ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഈ രക്ഷിക്കപ്പെട്ടു വന്ന 3-ാം തലമുറ എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ ശിഷ്യനുമല്ല, വെളിയിലുള്ള ഒരു വ്യക്തി, ജാതിയായ ഒരു വ്യക്തി ലൂക്കോസ്. അപ്പോൾ ആരും പറഞ്ഞില്ല. ആര് പറഞ്ഞില്ല? അപ്പോസ്തലന്മാര് പറഞ്ഞില്ല, അപ്പോസ്തലന്റെ ശിഷ്യൻ പറഞ്ഞില്ല, ലൂക്കോസ് അത് കേട്ട് വന്ന മനുഷ്യനും പറഞ്ഞില്ല. അപ്പം നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞ് ഈ വിവരിച്ച് വലിയ ആളാകുന്നതുണ്ടല്ലോ. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അങ്ങനായിരുന്നു, ഇവിടെ ആയിരുന്നപ്പോ ഇങ്ങനായിരുന്നു. നിങ്ങൾ അത് വിശ്വസിച്ചാൽ ആരുടെ കുറ്റമാ? എന്റെ കുറ്റമാ വിശ്വസിച്ചില്ലെങ്കിൽ. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് പ്രവർത്തിച്ച ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞ കർത്താവാണ് നമ്മുടെ. എത്രയും കടുമണിയോളം ആൾക്കാർ പറയും അത് തിങ്ങി നിറഞ്ഞതാണ്. തിങ്ങി നിറഞ്ഞ വിശ്വാസം ആർക്കേലും ഉണ്ടോ ലോകത്തില്? എനിക്കില്ല. ഞാനൊരു 100 പ്രാവശ്യം കർത്താവിന്റെ അത്ഭുതം കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ വിശ്വാസമൊന്നുമില്ല. തിങ്ങി നിറഞ്ഞ വിശ്വാസമൊന്നും ഒരുത്തനുമില്ല. അവനവന്റെ പ്രശ്നം വരുമ്പോൾ അറിയാം തിങ്ങി നിറഞ്ഞ പ്രശ്നമാണ്. നമ്മൾ അതിനെ ഉരുട്ടിപ്പെരുട്ടി കട്ടികെങ്ങനാണ് ഇരിക്കുന്ന, അകത്ത് നിറഞ്ഞിരിക്കുകയാണ്, കുടിച്ചിരിക്കുക, നിറഞ്ഞിരിക്കുന്ന വിശ്വാസം നമ്മളിൽ ആർക്കേലും ഉണ്ടോ? കർത്താവിന്റെ കരുണയല്ലാതെ നമ്മുടെ മനോഭാവം കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ്. അങ്ങനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടതുണ്ട്. വിശ്വസിക്കാത്ത മാർത്ത സാർന്നെന്ന് പറഞ്ഞിട്ട് പ്രവർത്തിച്ച ഒരു കർത്താവുണ്ട്. അങ്ങനെ വിശ്വാസത്തിന്റെ ലവലേശം പോലും ഇല്ലാത്തവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരിക്കൽ അപ്പം പറഞ്ഞു, ഞാൻ ശിഷ്യന്മാരുടെ അടുക്കൽ എന്റെ മകനെ കൊണ്ടുവന്നു, അവനെ അവർക്ക് കഴിഞ്ഞില്ല, നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ യേശു ചോദിച്ചു, എനിക്ക് വല്ലതും കഴിയുമോ? അവൻ പറഞ്ഞു, എന്റെ അവിശ്വാസത്തെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അവനെ അതുകൊണ്ട് ഏറ്റു പറഞ്ഞു, കർത്താവേ ഞാൻ അവിശ്വസിച്ചതാണെന്ന്. അല്ലേ? നമ്മളാണെങ്കിൽ വീരന്മാരല്ലേ? എല്ലായിടത്തും പറയും, അയ്യോ ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു പനി പോയി. എന്തിനാ? അവനവനെ പ്രശംസിക്കുക. ഹിഡൻ അജണ്ട ഇവിടെ യാക്കോബിന്റെ വിഷയമാണ്. എന്തോ ചെയ്യരുത്? ലോകത്താലുള്ള കളങ്കം അത് പ്രിറ്റന്റ് ആകാം, മനസ്സിൽ വെച്ച് വേറെ ഐഡിയ ആകാം, നമുക്ക് മഹത്വം എടുക്കുന്നതാകാം, നമ്മളെ നീതീകരിക്കുന്നതാകാം, ഞാൻ കൊടുക്കുന്നവനെന്ന് കാണിക്കാനായിരിക്കാം. നോക്ക് അബ്ശാലോമിനെ നോക്ക്. അബ്ശാലോം കടന്നു വരുന്ന ജനങ്ങളോടൊക്കെ പറഞ്ഞു, ഇവിടെ ദാവീദ് ആരെയും നിങ്ങളെ നോക്കാൻ ആക്കി വെച്ചിട്ടില്ല, എന്നെ ആക്കിയാൽ ഞാൻ സൂപ്പറാകുമെന്ന് പറഞ്ഞു. അവൻ ആക്കുന്നതിന് മുൻപേ 10 ദാവീദിന്റെ വെപ്പാട്ടികളുമായി പരസ്യമായി മട്ടുപ്പാവിൽ കയറി വ്യഭിചാരം ചെയ്തവനാണ്. പക്ഷെ അവന്റെ മനോഭാവം എന്താ? ഞാന് നിങ്ങളുടെ അധികാരിയായാൽ നിങ്ങളെല്ലാം നന്നാക്കാം. ദാവീദിന് ഒരു മനോഭാവവും ഇല്ലെന്നും പറഞ്ഞ്
പ്രിറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലേ? യൂദയെ നോക്കെ അയ്യോ ഗുരു എന്ന് പറഞ്ഞ് ഉമ്മ പിടിച്ച് നൽകിയാണ്. അങ്ങനെയുള്ള മനോഭാവം നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ട്. ഒന്ന് നമ്മൾ ഉള്ളിൽ വെച്ചോണ്ട് ലോകത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് മാനമെടുക്കുവാൻ, മഹത്വമെടുക്കുവാൻ, നമ്മൾ വലിയവരാണെന്ന് അറിയുവാൻ, നമ്മൾ ഭക്തരാണെന്ന് കാണിക്കാൻ, നമ്മൾ വിശുദ്ധരാണെന്ന് കാണിക്കുവാൻ കാണിക്കുന്ന സൂത്രങ്ങൾ, ഇതൊക്കെ ലോകത്തിന്റെ കളങ്കം, കർത്താവിന്റെ അല്ല. ലോകത്തിന്റെ കളങ്കം എന്തൊക്കെയാണെന്ന് നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. ലോകത്തിന്റെ കളങ്കമെല്ലാം നമ്മളിലും കയറി വരും. എന്തിന്? നമ്മളെ ഉയർത്താൻ, നമുക്ക് മഹത്വം എടുക്കാൻ, നമ്മൾ വലിയ ആളാന്ന് കാണിക്കാൻ, നമ്മളെ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലെന്ന് കാണിക്കാൻ, അല്ലേ? ലോകം അങ്ങനെയാ ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇല്ലെങ്കിൽ എല്ലാം തീരുമെന്ന. ഞാനല്ല, എന്നെ പോലുള്ള ആയിരങ്ങളില്ലെങ്കിൽ വേറെ 1000 പേര് വരും. ശൗൽ ഏറ്റവും നീളമുള്ളവനായിരുന്നു, വലിയവനായിരുന്നു. പക്ഷെ അവൻ പോയപ്പോഴും കൊച്ചു പയ്യനെ കൊണ്ട് കാര്യം ചെയ്യുന്ന കർത്താവാണ് നമ്മുടേത്. ആരും പരിഗണിക്കാത്ത ദാവീദിനെ വിളിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവനാ കർത്താവ്. ആട്ടിടനെ കൊണ്ട് ചെയ്യുന്നവനാണ് കർത്താവ്. കൂട്ടിക്കൊണ്ട് നടന്ന ഏലിശായെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവനാ കർത്താവ്. കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ നിന്നവനാ. ആടിനെ മേയിച്ചൊന്ന് കിടന്ന മോശയെ ഉപയോഗിക്കുന്നവനാ കർത്താവ്. അപ്പൊ കർത്താവിന് ഇന്നാരെ വേണമെന്നൊന്നുമില്ല, മെതിച്ചോണ്ടിരുന്ന ഗിദെയോനെ ഉപയോഗിച്ചവനാ കർത്താവ്. കൃഷിക്കാരൻ, ആട്ടിടെ, കൂട്ടുന്നവൻ, മീൻ പിടിച്ചോണ്ട് കിടന്നവരെ, ചുങ്ങൻ പിടിച്ചോണ്ട് കിടന്നവരെ, ഇങ്ങനെയുള്ളവരെ ആ കർത്താവ് ഉപയോഗിച്ചേക്കുന്നത് പറഞ്ഞ്. അല്ലാതെ മേലിലുള്ളവരെ മേലിലുള്ളവനെ ഉപയോഗിക്കും. പൗലോസിനെ ഉപയോഗിച്ചു, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊല്ലോസിനെ കർത്താവ് ഉപയോഗിച്ചു. എല്ലാവരെയും കർത്താവ് ഉപയോഗിക്കും. നോക്കൂ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ലോകത്തിലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നവനാകണം. നോക്കിക്കേ, നമ്മളെ തന്നെ സൂപ്പറാണെന്ന് കാണിക്കുന്ന യാതൊന്നും ദാനം ചെയ്യുമ്പോഴോ ജനങ്ങൾക്ക് നന്മ ചെയ്യുമ്പോഴോ ചെയ്യരുതെന്ന് കർത്താവ് ഇവിടെ പറയാ. എന്തിനാ? യഥാർത്ഥ ഭക്തന്റെ സ്വഭാവം. വാചകമടിക്കുന്നവൻ യഥാർത്ഥ ഭക്തനല്ലെന്ന് ആദ്യം പറഞ്ഞു. രണ്ടാമത് പറയാം, നല്ലതായി നല്ലുദ്ദേശത്തോട് ചെയ്യുന്നവനാണ് ഭക്തൻ. അങ്ങനെ ഞാനതിനെ അങ്ങ് ചുരുക്കുക. വാചകമടിക്കുന്നവനല്ല ഭക്തൻ. നല്ല പ്രവൃത്തി ദൈവഹൃദയപ്രകാരം ലോകത്തിന്റെ ചിന്താഗതിയിലല്ലാതെ ചെയ്യുന്നവനാണ് ദൈവം പിതാവ് ആഗ്രഹിക്കുന്ന ഭക്തൻ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഭക്തരാണോ എന്ന് അങ്ങനെ നോക്കേണ്ടത്. അല്ലാതെ വാചകമടിക്കുന്നതിലല്ല, പ്രവൃത്തി ചെയ്യുന്നതല്ല. പ്രവൃത്തിയുടെ ഉദ്ദേശം, അതിന്റെ മനസ്സിലിരിപ്പ്, അല്ലേ? അപ്പൊ ആരാണ്ട് പറഞ്ഞ പോലെ നമ്മുടെ വായിലിരിപ്പും മനസ്സിലിരിപ്പും പിന്നെ നമ്മുടെ കയ്യിലിരിപ്പും ഒക്കെ കർത്താവ് നോക്കും, അല്ലേ? ഇതെല്ലാം കർത്താവ് നോക്കും. എന്നിട്ടാണ് ഭക്തിയുള്ളവനാണോ അല്ലയോ എന്ന് നോക്കുന്നത്. നാം കർത്താവിനെ പോലെ രാജകീയ ന്യായപ്രമാണത്തിന് അധീനരാണോ, സ്നേഹത്തിന്റെ അധീനതയിലാണോ, അതോ ലോകത്തിന്റെ ചിന്താഗതിയിലാണോ? ഇതാണ് കർത്താവ് നോക്കുന്നത്. ഒരമ്മ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് എത്ര പ്രാവശ്യം കണക്ക് കൊടുത്തെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? എത്ര പ്രാവശ്യം കുളിപ്പിച്ചെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? പാമ്പർ മാറിയെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? കാരണം എന്താണെന്നറിയോ? ആർക്കും കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കണക്ക് ആരും പറഞ്ഞിട്ടുമില്ല. ഞാൻ ഇത്രയും നാളിങ്ങനെ വല്ലപ്പോഴും ഒന്ന് പറയാടാ, ഞാൻ നിന്നെ 9 മാസം ചുമന്നാണെന്ന്. അല്ലാതെ ഞാൻ നിന്നെ ഇത്ര ചെയ്താണ്, കൈപിടിച്ച് നടത്തുകയാണ്, എന്റെ വയറ്റിൽ കൊണ്ടു നടന്നു, എന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു എന്നൊന്നും പറയാറില്ല. അതാണ് രാജകീയ ന്യായ പ്രമാണം. ആ കുഞ്ഞിനോടുള്ള സ്നേഹം, അതിന് കണക്കില്ല, അതിന് പരിധിയില്ല, അതിനെ ആരെയും കാണിക്കാനില്ല. രാത്രിയിൽ കുഞ്ഞ് കരയുമ്പോൾ എഴുന്നേൽക്കുന്നത് ഡ്യൂട്ടി കൊണ്ടല്ല, ആരും പറഞ്ഞിട്ടുമല്ല. അതാണ് രാജകീയ ന്യായ പ്രമാണം. അതാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. അത് പുകഴുവാനല്ല, അഭിമാനം കൊള്ളുവാനല്ല, ലോകത്തെ കാണിക്കാനല്ല, ഉള്ളിൽ നിന്നുള്ള ചിന്താഗതി. ഇനി മൂന്നാമത്തേതൂടെ പറഞ്ഞു നിർത്താം. അത് 2:1 മുതൽ 13 വരെയുള്ള വേദഭാഗത്താണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്താണ്?
തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ. അയ്യോ, വലിയ വാക്യോ കേട്ടോ. വെറും യേശുവല്ല, തേജോമയനായ കർത്താവ്, നമ്മുടെ വെളിപ്പാടിൽ വെളിപ്പെടുന്ന കർത്താവ്. എങ്ങനാ? തേജസ്സുള്ളവൻ, അഗ്നിജാലയ്ക്ക് ഒത്ത കണ്ണുള്ളവൻ, അയ്യോ എല്ലാം വീക്ഷിക്കുന്നവൻ, തേജസ്സുള്ള കർത്താവ്. മനുഷ്യനായി വളർന്ന കർത്താവിനെ അല്ല ഇവിടെ യാക്കോബ് കണ്ടത്. യാക്കോബ് ഉയർത്തെഴുന്നേറ്റ് കണ്ടപ്പോൾ മാനസാന്തരപ്പെട്ടവന്, അല്ല കൂടെ നടന്നിട്ടോ വീട്ടിൽ താമസിച്ചിട്ടോ അല്ല, തേജസ്സുള്ള കർത്താവിനെ കണ്ടു. ആ കർത്താവ് നമ്മളെ നോക്കുന്നത് അഗ്നിജാലയൊത്ത കണ്ണുകൊണ്ടാണ്. അവിടെ അതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനും കൂടെ പോകുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു കർത്താവിനെ എങ്ങനെ വിശ്വസിക്കുന്നു? സാധാരണ നസറേനായ യേശുവിനെയല്ല, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മുഖപക്ഷം കാണിക്കരുത്. 8-ാം വാക്യം, സഹോദരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ള തിരുവഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിവർത്തിക്കുന്നു എങ്കിൽ നന്നെ മുഖപക്ഷം കാണിച്ചാലോ പാപമാകും. എന്താണ് ഭക്തികേടെന്ന് പറഞ്ഞു? എന്താണ് ഭക്തി എന്ന് പറഞ്ഞു? എന്നിട്ട് ഇവിടെ പറയാം, നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്ന പാപം. നമ്മളാരെയാ പാവപ്പെട്ടവനെ കാണിക്കുന്നത്? ഒരു കഴിവില്ലാത്തവരെ കാണിക്കുന്നത്? നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? നമ്മുടെ അപ്രോച്ച് എങ്ങനെ? അവനോടുള്ള ഇടപാട് എങ്ങനെയാണ്? ഇവിടെ യാക്കോബ് എന്ന് പറയുന്നത്, നീ കാൽക്കൽ വസ്ത്രം ഇല്ല, ശരിയായി നല്ല വസ്ത്രം ധരിക്കാത്തവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറഞ്ഞ പാവപ്പെട്ടവൻ. അപ്പോൾ പാവപ്പെട്ടവനോട്, അധീനതനോട്, കഴിവില്ലാത്തവനോട്, കഴിവ് കെട്ടവനോട് നമ്മുടെ മനോഭാവം. ആരോട് ഞാൻ വേഗം വായിച്ചുവിടാം. മുഖപക്ഷം കാണിക്കരുത്. മോടിയുള്ള വസ്ത്രമായി പൊന്മോതിരമിട്ട് വരുന്ന ഒരു മനുഷ്യനും വസ്ത്രം ധരിച്ച് ദരിദ്രനും വന്നാൽ, മോടിയുള്ള വസ്ത്രം ധരിച്ചവനോട് നീ ഇവിടെ സുഖേനയിരിക്കായെന്നും ദരിദ്രനോട് അവിടെ നിൽക്കായെന്നും പറഞ്ഞാൽ, പാതപിടത്തിൽ ഇരിക്കായെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് പറഞ്ഞ ന്യായരഹിതമായിട്ടാണ്. ഈ സ്നേഹത്തിന്റെ പ്രമാണമില്ലെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടപാട് കാണുന്ന ഒരു കർത്താവ്, മനോഭാവം കാണുന്ന ഒരു കർത്താവ്, അതാണ് തേജസ്സുള്ള കർത്താവുമായിട്ടുള്ള വ്യത്യാസം. യേശു ഗലീലയിൽ ഉണ്ടായിരുന്നപ്പോൾ യഹൂദ്യയിലില്ലായിരുന്നു. യഹൂദ്യയിലുള്ളപ്പോൾ ശമരിയയിലില്ലായിരുന്നു. യേശു മനുഷ്യനായി ജീവിച്ചപ്പോൾ തേജസ്സുള്ളവനായ കർത്താവ് നമ്മളിപ്പോൾ രണ്ടുപേരുള്ളിടത്ത് നടുവി വന്നിരിക്കുക. എവിടെയുമുണ്ട് അവന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ദൈവമക്കളോടാണ് പറയുന്നത്. എന്തേ? തേജസ്സുള്ള കർത്താവിന്റെ മുൻപിൽ നിങ്ങൾ മര്യാദയായി ജീവിക്കണമെന്നും മര്യാദയായി സംസാരിക്കണമെന്നും മര്യാദയായി പ്രവർത്തിക്കണമെന്നും അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തോ വരും? ദരിദ്രന്റെ കർത്താവ് പറയാണ്, ദരിദ്രരെയും കർത്താവ് കണ്ട് വിശ്വാസത്തിൽ കൊണ്ടുവന്നില്ലേ. ഞാൻ വാക്യമായിട്ട് പഠിപ്പിക്കുന്നില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത്, നമ്മളെ തെരഞ്ഞെടുത്തത് നമ്മളും വലിയ ആൾക്കാരൊന്നും ആയിരുന്നില്ല. നമ്മളെ വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളായി ദൈവം തെരഞ്ഞെടുത്തു. നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. അപ്പൊ വേറൊരുത്തനെ അപമാനിക്കുന്നത് കർത്താവ് കാണുന്നു. അത് ചിലപ്പം പഠിപ്പില്ലാത്ത കുഞ്ഞായിരിക്കാം നിന്റെ കുടുംബത്തിൽ. ഒരാൾ ഡോക്ടറായിരിക്കാം, വേറൊരാള് നേഴ്സായിരിക്കാം, വേറൊരാള് ഒന്നും പഠിക്കാത്തവനായിരിക്കാം. ആ പൈതലോടുള്ള മനോഭാവം, അവനെയാണ് നമ്മൾ താങ്ങേണ്ടത്, സഹായിക്കേണ്ടത്. കാരണം അവനങ്ങനെ സംഭവിച്ചു പോയി. അതിനി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ദരിദ്രനെ, ഇവിടെ ദരിദ്രനാ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പാവപ്പെട്ടവനാ കഥാപാത്രം. എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പരിഗണനയില്ലാത്തവൻ. ഇവിടെ ചിലർ പറയും പിന്നെ മോതിരം ഇടുന്നതൊക്കെ പാപമാണെന്ന്. ഇവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്നത് മോതിരം ഇട്ടുകൊണ്ട് പള്ളിയിൽ വരുമെന്നാ കേട്ടോ. ഞാൻ ആഭരണം ഇടാൻ പറയല്ല, പക്ഷെ ഒരുത്തൻ ഒരു ആഭരണം ഇട്ടാൽ ഉടനെ അവന് കത്തമേശ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. കാരണം യാക്കോബ് ഇത്രയും പ്രവൃത്തി പറയുന്ന യാക്കോബ് പറയുന്ന അവരുടെ പള്ളിയിൽ തന്റെ ചർച്ചിൽ മോതിരം ഇട്ട് വരുന്ന, നല്ല വസ്ത്രം ഇട്ട് വരുന്ന ധനവാൻ ഉണ്ടായിരുന്നെന്ന പിതാവായ ദൈവത്തിനെ ചിത്രീകരിക്കുന്ന മുടിയംപുത്രന്റെ അപ്പൻ വന്നപ്പോഴേ മോതിരമായിട്ടത്. അതുകൊണ്ട് മോതിരം പിള്ളാരെന്ന് കല്യാണത്തിന് ഇട്ടെന്നോർത്ത് അത് പാപവും സ്വർഗത്തിൽ പോകാതിരിക്കത്തില്ല.
സ്വർഗം മുഴുവൻ സ്വർണ്ണമാണെന്നാ പറയുന്നത്. സ്വർണത്തിന്റെ തെരുവീതിയാണെന്നാ പറയുന്നത്. സ്വർണം ഇടണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ സ്വർണമിട്ടവനെ അപമാനിക്കുന്ന കർത്തൃമേശ കൊടുക്കാത്ത മനോഭാവം പലർക്കും അത് ഭയങ്കര പാപമാണ് കേട്ടോ. പക്ഷെ പണത്തിന്റെ ബേസ് എന്ന് പറയുന്നത് സ്വർണമാണ്. ആ പണം നമ്മുടെ കീശയിൽ എത്ര വേണേലും വെക്കാം, എത്ര വലിയ സാരിയും കൊടുക്കാം. രാവിലെയും കല്യാണത്തിന്റെ തലേദിവസം പോയി എല്ലാം മുഖമെല്ലാം ഒരുക്കാം. വലിയ ഭക്തി പറയുന്നവരെ തലമുടി ഡൈ ചെയ്യാം, വിലയേറിയ വസ്ത്രം ധരിക്കാം. അതൊന്നും പാപമല്ല. പിള്ളേരൊരു മോതിരമിട്ടാൽ അവർക്ക് കർത്തൃമേശ കൊടുക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മുടെ മുഖപക്ഷം ദൈവം എല്ലാവരെയും മാനിച്ച കർത്താവാണ്. ആഭരണം ഇടുന്നത് പാപമാണെന്ന് വേദപുസ്തകം പറഞ്ഞേ ചെയ്യരുത്. പക്ഷേ വേദപുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതല്ല ഇതാണെന്നാ പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ സൗന്ദര്യം, വിലയേറിയ വസ്ത്രം, പൊന്നണിയുന്നത്, മുടി പിന്നുന്നത്. മുടി പിന്നുന്നത് ഇന്ന് പറഞ്ഞ ഡൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്താ അത് പാപമാകാത്തത്? കാരണം നരച്ച മുടി ശോഭയാണെന്നാ പറഞ്ഞത്. എത്ര ഉപദേശിമാർക്കുണ്ട് ശോഭയുള്ള മുടി? എന്റെ 40ാമത്തെ വയസ്സിൽ നരച്ചതാ. ഇന്നുവരെ ഞാൻ ഡൈ ചെയ്തിട്ടില്ല. ചെയ്യാത്തത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. അത് നരച്ചാ എന്തോ? പക്ഷെ അത് ഭക്തിക്ക് കുഴപ്പമില്ല. പിള്ളേരൊരു ലിപ്സ്റ്റിക് ഇട്ടാൽ വലിയ പാപമാണ്. അയ്യോ, അവരെ പുട്ട് ഡൗൺ ചെയ്യും. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? ഇത് പരീക്ഷയല്ലേ? പരീക്ഷ ഭക്തിയല്ലേ? കൈ നീട്ടാൻ പറ്റുന്ന പരീക്ഷ. സ്വർഗത്തിൽ പോകാൻ യേശു അതുവല്ലം പറഞ്ഞു. യേശു പറഞ്ഞു ഉദാഹരണമാണ്. അപ്പൻ മോതിരമിട്ടു, വിലയേറിയ വസ്ത്രമിട്ടു, വലിയ സദ്യ ഒരുക്കി, നൃത്തം ഉണ്ടാക്കി. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. മുടിയമ്പുത്രം മടങ്ങി വന്നപ്പോൾ നൃത്തത്തിന്റെയും പാട്ടിന്റെയും ശബ്ദം ദൂരേന്ന് കേട്ടുന്ന. അപ്പോൾ അതൊന്നും അല്ല പാപം. നമ്മുടെ മനോഭാവമാണ് പാപം. നമുക്ക് രാജകീയ ന്യായപ്രമാണം ഇല്ലാത്തതാ പാപം. മുഖപക്ഷം കാണിക്കുന്നതാണ് പാപം. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് പാപമാണ്. മുഖപക്ഷം കാണിച്ചാലോ പാപമാകുന്നു. നിങ്ങൾ ലംഘനക്കാർ എന്ന് തെളിയുന്നു. 9-ാം വാക്യം. 10-ാം വാക്യം. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചിട്ട് ബാക്കി എല്ലാത്തിലും പെർഫെക്റ്റ് ആണെങ്കിലും ഒന്നിൽ തെറ്റിപ്പോയാൽ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചവൻ കുല ചെയ്യരുതെന്ന് കൂടെ കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കുല ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണ ലംഘിയായിത്തീരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവനെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ, യേശു കാണിച്ച ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിക്കുകയും. എങ്ങനെ വിധിക്കണം? തെറ്റുള്ളവനോട് സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കണം. നീ തെറ്റിപ്പോയി, നീ കർത്താവിലേക്ക് മടങ്ങി വരണം എന്ന് പറയുന്ന. നമുക്ക് നോക്കിക്കേ, പൗലോസ് അതേ മനോഭാവം ഇല്ലായിരുന്നു. ന്യായപ്രമാണത്തിന് പ്രമാണമായിരുന്നു ആദ്യം. മാർക്കോസ് ഒരു ദിവസം മടങ്ങിപ്പോയി വീട്ടിലേക്ക് കഷ്ടപ്പെട്ടപ്പോൾ. അവനെ തഴഞ്ഞു. പക്ഷെ അവസാനം പറയുന്നത് അവൻ എനിക്ക് ഏറ്റവും പ്രയോജനമുള്ളവൻ. തനിക്കൊരു മാനസാന്തരം വന്നു. ദൈവത്തിന്റെ സ്നേഹം കടന്നു വന്നു. കാരണം ഒരു ബർന്നബാസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് മാർക്കോസ് നല്ലവനായി തീർന്നു. ഒരു പത്രോസ് അവനെ കൂട്ടിക്കൊണ്ട് നടന്നു. നോക്കൂ, അപ്പോൾ നമുക്ക് വലിയവർക്കും കുഴപ്പം പറ്റാം. പൗലോസും ബർന്നബാസും വലിയ സ്നേഹിതരായിരുന്നു. അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി പിരിഞ്ഞു പോയത് മർക്കോസിന്റെ കറഫില. അവനൊരു ബലഹീനത പറ്റി. അവൻ മിഷണറി പ്രവർത്തനത്തിൽ നിന്നും മടങ്ങിപ്പോകും കുറച്ച് കഴിഞ്ഞപ്പോൾ. അത് പൗലോസിന് ഇടപെട്ടില്ല. അത് പൗലോസിന് പിന്നെ മനസ്സിലായി അത് പഴയനായ പ്രമാണമാണ്, ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യുക. എന്നാൽ സ്നേഹത്തിന്റെ പ്രമാണത്തിൽ ബർന്നബാസ് അവനെ ഉൾക്കൊണ്ടപ്പോൾ അവനെ ബിൽഡ് ചെയ്തു. അവൻ വലിയ ഒരു വ്യക്തിയായി മാറി. സുവിശേഷം ആദ്യം എഴുതുവാൻ ദൈവം ഉപയോഗിച്ചത് മർക്കോസിനെയാണ്. ഇന്ന് പൽക്കാലം സമയം തീർന്നതുകൊണ്ട് ഞാൻ പറയട്ടെ. 3 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. 4 കാര്യം. നമ്മുടെ ന്യായപ്രമാണം രാജകീയ ന്യായപ്രമാണമാണ്. നമ്മുടെ നിയമം സ്നേഹമാണ്. അത് നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തിയതാണ്. സ്വാതന്ത്ര്യത്തിന്റെ അത് ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, എന്നെ സ്നേഹിക്കുന്ന പോലും മറ്റുള്ളവരെ സ്നേഹിക്കുക. ശത്രുവിനെ സ്നേഹിക്കുക മാത്രമല്ല അവനെ അനുഗ്രഹിക്കുക വേണം. അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവിന്റെ രാജകീയ ന്യായപ്രമാണം. നമ്മുടെ കർത്താവ് തേജസ്സുള്ളവനാണ്.
അവൻ മുഴുവൻ കാണും. അവന്റെ കണ്ണ് അഗ്നിജാലിക്ക് തുല്യതാണ്. നമ്മുടെ സംസാരം കേൾക്കും, നമ്മുടെ പ്രവൃത്തിയല്ല അവൻ കാണുന്നത്. പ്രവൃത്തി എന്തിനു ചെയ്യുന്നു? ലോകത്തിന്റെ ചിന്താഗതിയിലല്ല, കളങ്കപ്പെട്ടിട്ടല്ല. നമ്മുടെ മനുഷ്യനെ, സഹോദരനെ, സഹോദരിയെ, കുടുംബത്തിലുള്ളവരെ അവരോടെ മുഖപക്ഷം കാണിച്ചാൽ അത് പാപമാണ്. അവന്റെ വസ്ത്രം കണ്ടോണ്ടോ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ടോ അവനോട് ഇടപെട്ടാൽ ദരിദ്രരെയും പാവപ്പെട്ടവരെയും അഗതികളെയും വിധവമാരെയും അനാഥരെയും സ്നേഹിക്കുന്ന കർത്താവ് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്നു, നീ ഒന്ന് തെറ്റുന്നില്ലെങ്കിൽ വേറൊന്ന് തെറ്റുന്നതിനാൽ നീ സ്നേഹത്തിന്റെ പ്രമാണത്തിൽ ജീവിക്കുക. യേശു തമ്പുരാൻ പറഞ്ഞ ഉദാഹരണം ഓർത്തോണം. നമ്മള് 10,000 കടങ്ങളുള്ളപ്പോഴാണ് 100കാരന്റെ കൊങ്ങായ്ക്ക് പിടിക്കുന്നതെന്ന് ഓർത്തോണം. അവിടെ കർത്താവ് ചോദിച്ച ഒറ്റ ചോദ്യം, നീ 100കാരന്റെ കൊങ്ങായ്ക്ക് പിടിക്കാതെ നിനക്ക് ക്ഷമിച്ചതുപോലെ അവനോട് ക്ഷമിച്ചുകൂടായിരുന്നു? ഒറ്റ ചോദ്യമേ കർത്താവ് ചോദിച്ചുള്ളൂ. ഇന്ന് രാവിലെ 4 കാര്യം ഓർത്തിരിക്കുക, ബാക്കിയെല്ലാം മറന്നു കളയാം. രാജകീയ സ്വാതന്ത്ര്യമുള്ള പ്രമാണം യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രമാണം. 2, വാചകമടിക്കുന്നവനല്ല ഭക്തൻ, അവന്റെ ഭക്തി വ്യർത്ഥമാണ്, അവൻ നന്നായി സംസാരിച്ചില്ലെങ്കിൽ. 3, ഭക്തൻ ആരാണ്? ലോകത്തിന്റെ പരിപാടി പോലും ചെയ്യുന്നവനല്ല, ദൈവത്തിന്റെ സ്വഭാവത്തിൽ ചെയ്യുന്ന വ്യക്തിയാണ് ഭക്തൻ. ആ ഭക്തൻ കർത്താവെല്ലാം കാണും, കേൾക്കും, തേജസ്സുള്ളവനാണ്. അവന്റെ മുൻപിൽ ഒന്ന് ചെയ്തിട്ട് വേറൊന്ന് ചെയ്യാതിരിക്കുന്നവനും ഭാവി എന്ന പോലെ നമ്മൾ ഒന്ന് പ്രമാണിച്ചിട്ട് മറ്റേത് പ്രമാണിക്കാതിരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആഭരണം ഇടാത്തവൻ ഡൈ ചെയ്യുകയും വലിയ വസ്ത്രം ധരിക്കുകയും വലിയ പണത്തെ സ്നേഹിക്കുകയും ചെയ്താൽ അവൻ ദ്രവ്യാഗ്രഹിയാണ്. അവൻ ലോകത്തിന്റെ ക്രമപ്രകാരം വലിയ മോടിയുള്ള വസ്ത്രം ധരിപ്പിച്ച് മറ്റുള്ളവരെ നോക്കുവാൻ പ്രൗഢി കാണിക്കുന്നുണ്ട്. പക്ഷെ അവൻ ആഭരണം ഇട്ടിട്ടില്ലെങ്കിൽ ഇത് 3 ഒരുപോലെയുള്ളൂ ദൈവസന്നിധാനത്തിൽ. അപ്പോൾ നമ്മുടെ അകത്തേക്ക് നമുക്കൊന്ന് നോക്കാം, ഉള്ളിലേക്ക് നോക്കാം, നാം ആരാണെന്ന്. അത് ആര് നോക്കുന്ന പോലെ നോക്കണം? തേജസ്സുള്ള കർത്താവിന്റെ അഗ്നിജ്വാലയിൽ അവൻ കാണുന്നത് പോലെ നമ്മൾ കാണണം. അങ്ങനെയുള്ള ഭക്തി, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഭക്തി, കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഭക്തി നമുക്കുണ്ടാകട്ടെ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് തേജസ്സുള്ള കർത്താവിന്റെ മുൻപിലാണ് നാം ഇരിക്കുന്നത്. നാം ആ സ്വാതന്ത്ര്യത്തിനായുള്ള രാജകീയനായ പ്രമാണത്തിന്റെ കീഴിലാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം, എല്ലാവരോടും കർത്താവിന്റെ വെളിപ്പെടുത്താം. അങ്ങനെ നമ്മുടെ നല്ല പ്രവൃത്തി, എന്താ പ്രവൃത്തി? കർത്താവ് ചെയ്യുന്നത് പോലെ നാമും ചെയ്യുവാൻ, കർത്താവിന്റെ ഭാവമുള്ളവരായി കർത്താവ് മഹത്വമെടുക്കുന്ന ജീവിതശൈലി ഉണ്ടാകാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന പ്രമാണം സ്നേഹത്തിന്റെയാണ്. ഞങ്ങൾ മനുഷ്യരാണ്, നല്ല മനുഷ്യർ മാത്രമല്ല, ജഡികന്മാരായ രക്ഷിക്കപ്പെട്ടവരുമല്ല. ആത്മീയരായി ജീവിപ്പാൻ, നിന്റെ സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ, ആത്മാവ് നിറഞ്ഞെന്ന് പറയുന്നവരല്ല, ആത്മാവിൽ നടക്കുന്നവരും ആത്മാവിന്റെ ഫലത്താൽ ഞങ്ങളുടെ ജീവിതം അങ്ങേ റിഫ്ലക്ട് ചെയ്യുവാൻ, പ്രതിബിംബിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കേട്ടവരെല്ലാം ഈ തികഞ്ഞനായ പ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണത്തിൽ അവനവനെ നോക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ മറ്റുള്ളവരെ നോക്കി വിധിക്കുന്നവരല്ല കർത്താവേ, നിന്നെ നോക്കി നീയും ഞാനുമായിട്ടുള്ള ദൂരം കണ്ടിട്ട് അത് ക്രമീകരിക്കുവാൻ അടിയങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. അടിയനെ കേട്ടതിന്റെ മക്കളെയൊക്കെ അനുഗ്രഹിച്ചാലും ശാരീരികമായി, മാനസികമായി, ഭൗതികമായി, വൈകാരികമായി എല്ലാ നിലകളിലും അവർക്ക് വേണ്ടുന്ന കൊടുത്ത് താവേ ഓരോ ദിവസവും തേജസ് പ്രാപിക്കുവാനുള്ളൊരു മനോഭാവം ഞങ്ങൾക്ക് തരണമേ. വാചകമടി നിർത്തുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. യഥാർത്ഥ ജീവിതം കർത്താവ് കാണിച്ചതുപോലെ ചെയ്യുവാൻ ഞങ്ങൾ നിന്റെ സ്വഭാവത്തിൽ ജീവിച്ചുവെന്ന് ഞങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പറയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഫലമേൽപ്പിക്കുന്ന അടിയന്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുറ്റങ്ങളൊക്കെ നീ ക്ഷമിക്കുമല്ലോ. അതിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം തന്നാലും തിരുനാമത്തെ ഞങ്ങളിൽ കൂടെ മഹത്വീകരിച്ചാലും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ കർത്താവെല്ലാം കാണുന്നു, കേൾക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനോഭാവം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ആകെ പറയേണ്ടത് അവനവനെ തന്നെ ഉയർത്താതെ മറ്റുള്ളവന്റെ ഗുണം അന്വേഷിച്ച് കർത്താവിന്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ.
അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ പ്രസംഗം പഠിക്കലല്ല, നാം പ്രസംഗം കേട്ട് അറിവുണ്ടാക്കുകയല്ല. വലിയ അറിവുണ്ടായിരുന്ന ശലോമോൻ എങ്ങനെ തലകുത്തി വീണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അറിവല്ല ഇവിടുത്തെ വിഷയം, ദൈവ സ്വഭാവമാണ്. ഹൃദയം കാണുന്ന കർത്താവിന്റെ മുൻപിൽ നമ്മുടെ ഹൃദയം അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്ക് ചുരുക്കുന്നു. പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. വിവരണത്തെക്കാൾ കൂടുതലും നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് എന്നെ ആരും പൊക്കരുതെന്ന് ഞാൻ പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട വചനം കേട്ടെന്നൊന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല. കാരണം അതൊക്കെ മനുഷ്യമായി മുഖസ്തുതി പറയുന്ന കാര്യങ്ങളാണ്. ദൈവം നമ്മളോട് സംസാരിച്ചുവെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിൽ കർത്താവെ ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.